നമ്മുടെ ടെസ്റ്റും ഓഡിയയും ജയിച്ച കോൺഫിഡൻസിലാണ് ന്യൂസിലൻഡ് T20 കളിക്കാൻ വന്നത്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. T20 ടീം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. 20 ഓവറിൽ നമ്മുടെ T20 ടീം ഇന്നലെ അടിച്ചെടുത്തത് 238 റൺസാണ്. അതും ഒരു സ്ലോ സ്റ്റാർട്ടിൽ നിന്ന്. നമ്മുടെ ബാറ്റിംഗ് സ്കോർസ് ഇങ്ങനെയായിരുന്നു. സഞ്ജു 7 ബോളിൽ 10 റൺ, അഭിഷേക് ശർമ്മ 35 ബോളിൽ 84 റൺ, ഇഷാൻ കിഷൻ 5 ബോളിൽ 8 റൺ, സൂര്യകുമാർ യാദവ് ഇന്നലെ അത്യാവശ്യം കളിക്കാൻ ശ്രമിച്ചു, 22 ബോളിൽ 32 റൺസ് എടുത്തു. കുറേ നാളായിട്ട് ഫോം ഔട്ടായിരുന്നു. ഇന്നലെ ജസ്റ്റ് കുറച്ച് ടച്ചൊക്കെ കിട്ടിയ ആൾക്ക്. ഹാർദിക് പാണ്ഡ്യ 16 ബോളിൽ 25 റൺ, ശിവൻ ദുബെ 4 ബോളിൽ 9 റൺ, റിങ്കു സിംഗ് 20 ബോളിൽ 46 റൺ നോട്ട് ഔട്ട്. റിങ്കു നമുക്കറിയാം, കുറേ തവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് റിങ്കുവിനെ കുറിച്ച്. ഇന്നലെ നല്ല രീതിയിൽ റിങ്കു ഇന്ത്യക്ക് വേണ്ടി പെർഫോം ചെയ്തു. അക്ഷർ പട്ടേൽ 5 ബോളിൽ 5 റൺ, അർഷദീപ് സിംഗ് 6 ബോളിൽ 6 റൺ നോട്ട് ഔട്ട്. ഇതായിരുന്നു. ഇങ്ങനെയാണ് ടോട്ടൽ നമ്മൾ 238 റൺസ് എടുത്തത്. ഈ 238 എന്നുള്ള ടോട്ടൽ ഈ സ്കോറിലേക്ക് ഇന്ത്യ എത്തും എന്നുള്ളത് പോലും ന്യൂസിലൻഡ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ 238 ചേസ് ചെയ്യാൻ ഇറങ്ങിയ ന്യൂസിലൻഡ് ഇന്നലെ എടുത്തത് 20 ഓവറിൽ 190 റൺസ് ആയിരുന്നു. അവരുടെ ടോപ്പ് സ്കോറർ ഗ്ലെൻ ഫിലിപ്സ് ആയിരുന്നു, 78 റൺസ്. മാർക്ക് ചാമ്പാൻ 39 റൺസ്. പിന്നെ നമ്മുടെ ODIയിലെ പ്ലെയർ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഡാരിൽ മിച്ചൽ 18 ബോളിൽ 28 റൺസ്. ഡാരിൽ മിച്ചൽ വന്നൊരു മിറാക്കിൾ കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ അതിലേക്കൊന്നും എത്തിയില്ല. ആൾ 18 ബോളിൽ 28 റൺസിന് ഔട്ടായി. അങ്ങനെ അവർ 190-ൽ 20 ഓവറിൽ ഫിനിഷായി. അങ്ങനെ 48 റൺസിനാണ് നമ്മൾ ഇന്നലത്തെ ഫസ്റ്റ് T20 ജയിച്ചത്. അപ്പം നമ്മുടെ T20യിൽ പിള്ളേർ വേറെ ലെവലാണ്. ODIയും ടെസ്റ്റും കളിച്ച ഒരു രീതിയിലല്ല നമ്മൾ T20 കളിക്കുന്നത്.